അപ്പോൾ ജനവികാരം എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ ഉണ്ട്. ലീഗിൻ്റെയൊക്കെ ഒരു പ്രധാന കൺസേൺ അതാണ്. പക്ഷേ ഒരു 1-2 മാസം കഴിഞ്ഞുകൂടി ജനങ്ങൾ യൂസ്ഡ് ആവുകയും വീണ്ടും ആ തരത്തിന് പിന്നെ ഒരു ഷുവർ സീറ്റിൽ നിന്ന് ജയിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം വേണുഗോപാലിനുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണോ? അല്ല, അതൊരു സ്വാഭാവികമായി അങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കാൻ സാധ്യതയുള്ളത്. തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ രാഷ്ട്രീയത്തിൽ പൊതുവെ സ്വീകരിക്കപ്പെടുന്ന ഒന്നാണ് ഒരു കൂളിംഗ് ടൈം കൊടുത്ത് അതിനുശേഷം അവരുടെ അജണ്ടകൾ നടപ്പാക്കാനുള്ള അവസരം എടുക്കുക എന്നുള്ളത്. പക്ഷേ ഇതിൽ താങ്കൾ സൂചിച്ച പോലെ 2 ഉപതെരഞ്ഞെടുപ്പുകളുടെ ആവശ്യം ഈ വിഷയത്തിൽ കേരളത്തിൽ ഉണ്ടാവുകയില്ല, വേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പോടുകൂടി തന്നെ അതിൽ തീരുമാനം ഉണ്ടാവും. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് പിന്നെ കോൺഗ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പിന്നെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കോൺഗ്രസ് സ്വയം കൃത്യമായി അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസ് പ്രതിനിധിയായിട്ട്. ഇത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നിയമസഭാ കക്ഷിയിൽ ഉൾപ്പെടാത്ത ഒരാൾക്ക് വേണ്ടി മത്സരം നടക്കുന്നത്. അതായത് കേരളത്തിൽ പുറത്തും അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ പറയുന്നുണ്ട് സീനിയോറിറ്റിയോ അല്ലെങ്കിൽ മറ്റു പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ അത് തെരഞ്ഞെടുപ്പ് നയിച്ച ആളുകളെ മാറ്റി നിർത്തിയ അനുഭവങ്ങൾ രാജസ്ഥാനിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ പറയുന്നുണ്ട്, മധ്യപ്രദേശിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ അശോക് ഗെഹ്ലോട്ടിൻ്റെയും സിദ്ധാരാമയ്യയുടെയും പിന്നെ ശിവകുമാറിൻ്റെയും ഒക്കെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അവരൊക്കെയും നിയമസഭാ കക്ഷിയിൽ ജയിച്ചു വന്ന MLA-മാരായിരുന്നു. അവർക്കിടയിലാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത്. ഇവിടെ 2 കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ കൊടുത്തൊരു ഉറപ്പുണ്ട്. അത് ഈ MP-മാരാരും, അതായത് KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന ഉറപ്പാണത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്ന ഉറപ്പാണ് കൊടുത്തത്. അതാണ് MP-മാർ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ്. ഒരു MP-മാരും മത്സരിക്കുന്നില്ലെങ്കിൽ പിന്നെ മത്സരശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം MP ആയ ഒരാൾ മുഖ്യമന്ത്രിയാവുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല. അത് കേരളത്തിന് കൊടുത്ത ഉറപ്പാണ്. രണ്ടാമതൊരു ഉറപ്പ് KC വേണുഗോപാൽ കൊടുത്തിട്ടുണ്ട്. പല ഇൻ്റർവ്യൂകളും അദ്ദേഹം പറഞ്ഞത് എന്നെ മൈനസ് ചെയ്തേക്കൂ എന്നാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പിന്നെ സ്വന്തം വാക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാത്ത ഒരാളാണ് മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നത് എന്നത് എത്ര അങ്ങനെ നിസ്സാരമായ ഒരു കാര്യമാണോ? ആദ്യം തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വാഗ്ദാനം ലംഘിക്കുകയാണ്. ഇദ്ദേഹമാണ് ഈ കോൺഗ്രസ് നടപ്പാക്കൂ എന്ന് പറയുന്ന പ്രകടന പത്രികയിലെ മുഴുവൻ വാഗ്ദാനങ്ങളും നടപ്പാക്കൂ എന്ന ഉറപ്പിൽ നമ്മൾ കാത്തിരിക്കേണ്ടത് ഇദ്ദേഹത്തെയാണോ? അതുപോലെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യം, ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത, സവിശേഷത എന്ന് പറയുന്നത്, ഈ നിങ്ങൾക്ക് ഒരു മതിയായ കാരണമുണ്ടെങ്കിൽ ആരെയും തോൽപ്പിക്കുകയും ആരെയും ജയിപ്പിക്കുകയും കേരളം ചെയ്യും. ജനങ്ങളത് ചെയ്യുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് പയ്യന്നൂരിലും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും ഒക്കെ ഈ ഇടതുപക്ഷത്ത് നിന്ന് പുറത്തു വന്ന ആളുകളെ കേരളം ജയിച്ചപ്പോൾ ഒറ്റപ്പാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് കൂടി നോക്കണം. ഒറ്റപ്പാലത്ത് തോൽപ്പിക്കുകയാണ് ചെയ്തത്. ഒറ്റപ്പാലത്ത് നിങ്ങൾ പാലക്കാട് ജില്ലയുടെ തെരഞ്ഞെടുപ്പ് വിധി എടുത്തു നോക്കൂ. കേരളത്തിലൊട്ടാകെ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ അതിൽ 3 സീറ്റുകൾ പുതുതായി കോൺഗ്രസ് നേടിയപ്പോൾ, UDF നേടിയപ്പോൾ ഒറ്റപ്പാലത്ത് അതിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്തത്. അത് പാലക്കാട് ജില്ലയിലെ മറ്റൊരു മണ്ഡലത്തിലുമില്ല. 30,000, 20,000, 25,000 വോട്ടുകൾക്ക് പിന്നെ LDF ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ 10,000-ആയും 5,000-ആയും 7,000-ആയും ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ തൊട്ടടുത്ത പിന്നെ ഷൊർണൂരിലും മണ്ഡലങ്ങളിലൊക്കെ പിന്നെ ഇടതുപക്ഷം പുറകോട്ട് പോയപ്പോൾ ഒറ്റപ്പാലത്ത് PK ശശിക്ക് എതിരായി അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് കേരളത്തിൻ്റെ പൊതുപ്രവണതക്കെതിരെ, പാലക്കാട് ജില്ലയിലെ പൊതുപ്രവണതക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ അവർക്കൊരു കാരണം ഉണ്ടാവും. ആ കാരണം, അത്തരം കാരണങ്ങൾ ഉയർന്നു വന്ന ജനങ്ങളുടെ ധാർമ്മിക ബോധം, രാഷ്ട്രീയത്തിന് അതീതമായി അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പുതിയൊരു രാഷ്ട്രീയ അവബോധം രൂപപ്പെട്ട തെരഞ്ഞെടുപ്പാണെന്നത് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൂളിംഗ് ടൈം കൊടുത്ത് ജയിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളി ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് UDF പ്രവർത്തകർക്ക് പോലും അതൊരു റിസ്ക് എലമെന്റ് തോന്നുന്നില്ല. തോറ്റാലെന്താ 102 101 ആവും, ഒരിക്കലും അതിന് ഭൂരിപക്ഷത്തെ ബാധിക്കില്ല എന്നൊരു ഫീൽ കൂടി അവർക്കുണ്ടാവാം. പക്ഷേ ഇത് ഭൂരിപക്ഷത്തിന്റെ സാങ്കേതിക പ്രശ്നമാണോ? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിപ്പിക്കേണ്ട ഒരു അനിവാര്യതയൊന്നും UDF-കാരുടെ പോലും തീർച്ചയായും ഇല്ല. മാത്രമല്ല, ഇതൊരു ധാർമ്മിക പ്രശ്നമല്ലേ? കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് മാൻഡേറ്റ് കൊടുത്തത് VD സതീശനാണെന്ന് വ്യക്തമായ കാര്യമല്ലേ? അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? ആയിരക്കണക്കിന് ആളുകൾ മെയിൽ അയച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ മെയിലിൻ്റെ ഉറവിടം എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാം എന്നാണ് പറയുന്നത്. ഈ ഉറവിടം അറിയെങ്കിൽ ഈ വികാരത്തിൻ്റെ ഉറവിടം എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്?